രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ രാധാഭക്തർക്കും എല്ലാ കൃഷ്ണഭക്തർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം നാരായണീയം 16ാമത്തെ എപ്പിസോഡാണ്. 2ാമത്തെ ദശകമാണ്, 6ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പുള്ളത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നാരായണീയം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തൊക്കെ വീഡിയോ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിടക്കും. നമ്മുടെ വീഡിയോകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോരോ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തെ 12 മണിക്കുള്ള നാരായണീയം ക്ലാസ്, ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും നാരായണീയത്തിൻ്റെ ഒരു ശ്ലോകം വെച്ച് വീട്ടിലിരുന്ന് വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടും. അങ്ങനെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകും. കൃത്യമായി മരുന്നും കഴിക്കുക, നാരായണീയവും വായിക്കുക. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം കേട്ടാൽ നിങ്ങൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും. ദാമ്പത്യ കലഹങ്ങൾ മാറിക്കിട്ടും. നിത്യവും ദാമ്പത്യ കലഹമുള്ളവർക്ക് ഏതമതി രാധയുടെ പ്രണയം. ബുധനാഴ്ച ശ്രീബുദ്ധനാണ്, അത് കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധനാണ്. അത് ബുദ്ധനെ കുറിച്ച് അറിയാൻ കൗതുകമുള്ളവർക്ക് അത് കേൾക്കാം.
വ്യാഴാഴ്ച അഷ്ടപതിയാണ്, പ്രണയ സാഫല്യത്തിന് അത്യുത്തമമാണ്. അതോടൊപ്പം തന്നെ ദാമ്പത്യ കലഹങ്ങൾ മാറാനും സർവവിധ ഐശ്വര്യ അഭിവൃദ്ധിക്കും രാധയുടെ പ്രണയവും അഷ്ടപതിയും കൂടെ ഒന്നിച്ചു കേട്ടാൽ അത് വളരെ സഹായകമാണ്. അവരുടെ വീട്ടിൽ എന്നും രാധാകൃഷ്ണന്മാരുടെ സാമീപ്യം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ധർമ്മപദം, ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം ഇന്നുവരെയുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം. ഒരു കാര്യം മനസ്സിലാക്കുക, മോക്ഷം കിട്ടാനാണ് ധർമ്മപദം. നിങ്ങൾ ഇനി എത്ര ജന്മമെടുത്താലും ധർമ്മപദം വായിക്കുന്നവന് മാത്രമേ മോക്ഷം കിട്ടൂ. അതിന് മോക്ഷം കിട്ടാനുള്ള സമയമാകുമ്പോഴേ ധർമ്മപദം കേൾക്കണമെന്ന തോന്നൽ പോലും നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. പിന്നെ കഴിഞ്ഞ ധർമ്മപദത്തിൽ അവസാനം ഞാൻ ആ ശ്ലോകം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച അതും കൂടെ ചേർത്ത് ഞാൻ അവതരിപ്പിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നാരായണീയത്തിലേക്ക് കടക്കാം. അതേ കണക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, കാണണേ. ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ ഉണ്ട്, കാണണേ. സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. അസ്ട്രോളജി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലം ഇതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഹിന്ദുവിന് അറിയേണ്ടതെല്ലാം രാധേ രാധേ ചാനലിൽ ഉണ്ടെന്ന് അറിയുക. ഇന്ന് നാരായണീയം 2-ാം ദശകം 6-ാമത്തെ ശ്ലോകം അത് ചൊല്ലിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായ മിടുക്കിയായ അതിമനോഹരമായി ചൊല്ലിത്തരുന്ന രാധേ രാധേ എന്ന ചാനലിൻ്റെ എല്ലാവിധ അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ അത് പാടുന്നത് കേട്ടോളൂ. एवं भूतमनोज्ञता नवसुधानिष्यन्द सन्दोहनं त्वद्रूपं परचित् रसायनमयं चेदोहरं शृण्वतां सद्य प्रेरयते मदिं मदयते रोमाञ्चयत्यङ्गकं व्यासिञ्जत्यभिषीदबाष्पविसरैरानन्दमूर्च्छोद्भवैः. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ. ഞാൻ വായിച്ചു തരാം. ഏവം ഭൂത മനോജ്ഞതാനവ സുധാനിഷ്യന്ത സന്തോഹനം. ഇതാണ് 1-ാമത്തെ വരി. അപ്പോൾ 1-ാമത്തെ വരി ഏവം ഭൂത മനോജ്ഞതാനവ സുധാനിഷ്യന്ത സന്തോഹനം. 1-ാമത്തെ വരിയിലെ അർത്ഥങ്ങൾ നിങ്ങളങ്ങോട്ട് എഴുതിക്കൊള്ളൂ. ആദ്യം എഴുതിക്കൊള്ളൂ. ഏവം, ഏവം സമ ഇട്ടിട്ട് ഇപ്രകാരം, ഏവം സമ ഇട്ടിട്ട് ഇപ്രകാരം. ഭൂത സമം ഉണ്ടായ, ഭൂത ഉണ്ടായ. മനോജ്ഞത മനോഹരമായ, മനോജ്ഞത അർത്ഥം എഴുതിക്കോ മനോഹരമായ. നവസുധ അർത്ഥം പുതിയ അമൃത്, സുധ അമൃത്, നവം പുതിയത്. അപ്പം നവസുധ പുതിയ അമൃത്. നിഷ്യന്ത അർത്ഥം ഒഴുകുന്ന, നിഷ്യന്ത ഒഴുകുന്ന.
സന്തോഹനം, സന്തോഹനം അർത്ഥം ഉറവിടം, സന്തോഹനം ഉറവിടം. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം എഴുതി കഴിയും. ഇനി രണ്ടാമത്തെ വരി, ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. അതാണ് രണ്ടാമത്തെ വരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വരിയുടെ അർത്ഥങ്ങൾ എഴുതിക്കൊള്ളണം. അതായത് ത്വദ്രൂപം സമയിട്ടിട്ട് അങ്ങയുടെ രൂപം, അങ്ങയുടെ രൂപം. അടുത്തത് പരിചിത്രസായനമയം എന്നാ കിടക്കുന്നത്. ആദ്യം ഒന്ന് പിരിച്ചെഴുതിക്കോ അതിനെ. പരിചിത് അധികം രസായനമയം, പരിചിത് അധികം രസായനമയം പിരിച്ചെഴുതി വെച്ചു. അപ്പോൾ അത് വ്യക്തമാകും. പരിചിത് അധികം രസായനം ചേർത്തെഴുതുമ്പം പരിചിദ്രസായനമയം. അപ്പോൾ എഴുതിക്കോ പരിചിത് അർത്ഥം പരബ്രഹ്മം, പരിചിത് അർത്ഥം എഴുത് പരബ്രഹ്മം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇത്രയാണ്, പരിചിത് അധികം രസായനമയം സമം പരിചിദ്രസായനമയം. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എഴുതണം പരിചിത് സമം പരബ്രഹ്മം. അതിൻ്റെ അടിയിൽ പരിചിത് രസായനം പരബ്രഹ്മ രസായനം നിറഞ്ഞ, പരബ്രഹ്മ രസായനം നിറഞ്ഞ. ചേതോഹരം, ചേതോഹരം മനസ്സിനെ ആകർഷിക്കുന്ന, മനസ്സിനെ ആകർഷിക്കുന്ന അർത്ഥം എഴുതിയല്ലോ. അടുത്തത് ശൃണ്വതാം, ശൃണ്വതാം കേൾക്കുന്നവരുടെ, ശൃണ്വതാം കേൾക്കുന്നവരുടെ. അപ്പോൾ രണ്ടാമത്തെ വരിയുടെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ എഴുതി കാണുമല്ലോ. ഇനി മൂന്നാമത്തെ വരി എന്താന്ന് നോക്കാം. സദ്യ പ്രേരയതേ മതിം മതയതേ രോമാഞ്ചയത്യംഗകം, രോമാഞ്ച അത്യംഗകം. ഇതാണ് മൂന്നാമത്തെ വരി. അപ്പം മൂന്നാമത്തെ വരിയുടെ അർത്ഥങ്ങൾ എഴുതിക്കോ. സദ്യ സമം പെട്ടെന്ന്, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ സദ്യയല്ല, കല്യാണ സദ്യയല്ല. സദ്യ സമം പെട്ടെന്ന്. പ്രേരയതേ, പ്രേരയതേ പ്രേരിപ്പിക്കുന്നു, പെട്ടെന്ന് പ്രേരയതേ പ്രേരിപ്പിക്കുന്നു. മതിം, മതിം സമം ബുദ്ധിയെ, മതിം അർത്ഥം എഴുതിക്കോ ബുദ്ധിയെ. മതയതേ, മതയതേ അർത്ഥം എഴുതിക്കോ മതിപ്പിക്കുന്നു. ഈ മതത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, അത് വരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. മതയതേ മതിപ്പിക്കുന്നു. അടുത്തത് രോമാഞ്ചയതി, കണ്ടില്ലേ? അതായത് പിരിച്ചെഴുതുമ്പം ഇങ്ങനെ എഴുതിക്കോ രോമാഞ്ചയതി അധികം അംഗകം, അങ്ങനെ എഴുതും. രോമാഞ്ചയതി അധികം അംഗകം സമം ഇട്ടിട്ട് രോമാഞ്ച അത്യംഗകം. നിങ്ങളുടെ ബുക്കിൽ കിടക്കുന്നത് രോമാഞ്ച അത്യംഗകം, പക്ഷെ നമ്മളതിനെ പിരിച്ചെഴുതുമ്പം രോമാഞ്ചയതി അധികം അംഗകം അങ്ങനെ എഴുതിയല്ലോ. എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ അംഗകം സമം ശരീരം, അംഗകം സമം ശരീരം. രോമാഞ്ച അത്യംഗകം അർത്ഥം ശരീരം രോമാഞ്ചം അണിയുന്നു. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് രോമാഞ്ചയതി അധികം അംഗകം സമം രോമാഞ്ച അത്യംഗകം. എന്നിട്ട് എഴുതണം അംഗകം സമം ശരീരം. അതിൻ്റെ അടിയിൽ രോമാഞ്ച അത്യംഗകം സമം ഇട്ടിട്ട് ശരീരം രോമാഞ്ചം അണിയുന്നു. ഇനി നമുക്കതിലെ നാലാമത്തെ വരിയിലേക്ക് നമുക്ക് നോക്കാം. വാസിഞ്ചത്യപി ശീതബാഷ്പ വിസരൈരാനന്ദമൂർച്ഛോദ്ഭവേ എന്നാണ് നാലാമത്തെ വരി. അർത്ഥം എഴുതിക്കോ. വാസിഞ്ചത്യപി അർത്ഥം ആറാടിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്നു എന്ന് പറയത്തില്ലേ, ആ ആറാടിക്കുക. അപ്പോൾ വാസിഞ്ചത്യപി അർത്ഥം എഴുതിക്കോ ആറാടിക്കുകയും ചെയ്യുന്നു. ശീതം, ശീതം തണുത്ത അല്ലെങ്കിൽ കുളിർമയുള്ള എന്നാണ് അർത്ഥം. തണുത്ത കോമ കുളിർമയുള്ള. ബാഷ്പവിസരൈ, ബാഷ്പവിസരൈ അർത്ഥം കണ്ണീർ പ്രവാഹം ഉണ്ടായി. അപ്പൊ ശീതം തണുത്ത കോമ കുളിർമയുള്ള. വിസരൈ, ബാഷ്പവിസരൈ കണ്ണീർ പ്രവാഹം ഉണ്ടായി. ബാഷ്പം കണ്ണീർ, വിസരൈ പ്രവാഹം. ആനന്ദമൂർച്ഛോദ്ഭവൈ അത് പിരിച്ചെഴുതുമ്പം ആനന്ദമൂർച്ച അധികം ഉത്ഭവൈ. അങ്ങനെ വ്യക്തമായിട്ട് പിരിച്ചെഴുതിയാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാകും. ആനന്ദമൂർച്ച അധികം ഉത്ഭവൈ.
ചേർത്തെഴുതുമ്പം ആനന്ദ മൂർച്ഛോത്ഭവൈ, അർത്ഥം ആനന്ദ മൂർച്ഛ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മൊത്തത്തിലെ അർത്ഥം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഓരോ വരിയും എടുത്ത് വിവരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം മനോഹരവും പുതിയതുമായ അമൃത പ്രവാഹമുണ്ടാകുന്നു. ആ അമൃത പ്രവാഹമാകുന്ന പരമാനന്ദ സ്വരൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപം. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ്റെ രൂപത്തെപ്പറ്റി ആരാണോ കേൾക്കുന്നവർ അവരുടെ മനസ്സിനെ ഭഗവാന്റെ രൂപം പെട്ടെന്ന് ആകർഷിക്കുകയും അവരുടെ മനസ്സിനെ മതിപ്പിക്കുകയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്, പിന്നെ പറഞ്ഞുതരാം. മതിപ്പിക്കുകയും അങ്ങനെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ദേഹം മുഴുവനും രോമാഞ്ചമണിയുകയും അവരാനന്ദമൂർച്ഛ ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടുകൂടി അവർ രോമഹർഷത്തിലും അതോടൊപ്പം ആനന്ദം കൊണ്ടുള്ള കണ്ണീർ പ്രവാഹത്തിലും ആറാടുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരർത്ഥം. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണുള്ളത്. ഭഗവാന്റെ രൂപം അതിമനോഹരമാണ്, അത് അമൃതാണ്, അമൃതിൻ്റെ ഒരു ഒഴുക്കാണ്. ആരാണോ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നത് അവൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ ആകർഷിക്കപ്പെടുകയും അവൻ ആനന്ദമൂർച്ഛയിലെത്തിച്ചേരുകയും അതോടുകൂടി അവൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയും അവൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീർ ഒഴുകുകയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഓരോ വരിയും എടുത്ത് പരിശോധിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ വരി എന്താ? ഏവം ഭൂത മനോജ്ഞ, അല്ലേ? ഏവം ഭൂത മനോജ്ഞതാനവ സുധാ നിഷ്യന്ത സന്തോഹനം. ഏവം ഇപ്രകാരം, ഒന്നാമത്തെ വരിയാണേ, നോക്കിക്കോളണേ. ഏവം ഇപ്രകാരം ഭൂത ഉണ്ടായ, മനോജ്ഞത മനോഹരമായ, നവസുധ പുതിയ അമൃതം, നിഷ്യന്ത ഒഴുകുന്നു, സന്തോഹനം ഉറവിടം. അപ്പം എന്താണ് ഒന്നാമത്തെ വരിയിൽ മേൽപ്പത്തൂർ അർത്ഥമാക്കുന്നത്? ആരാണോ ഭഗവാന്റെ രൂപം, ആ രൂപം സ്മരിക്കുകയോ എന്ന് വെച്ചാൽ ഓർക്കുകയോ കാണുകയോ അതിനെക്കുറിച്ച് കേൾക്കുകയോ ചെയ്യുന്നത് അവർക്ക് ഒരു വല്ലാത്ത ആനന്ദ അനുഭൂതി ഉണ്ടാകും. ആരാണോ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് ഓർക്കുന്നത്, ആരാണോ ഭഗവാന്റെ രൂപത്തെ കാണുന്നത്, ആരാണോ ഭഗവാന്റെ രൂപത്തിൻ്റെ അഴകിനെക്കുറിച്ച് വർണ്ണിക്കുന്നത്, കേൾക്കുന്നത്, അങ്ങനെ ഉള്ളവനൊരു അനുഭൂതി ഉണ്ടാകും. ഭയങ്കരമായ ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി എന്തെന്നാണ് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ വരിയുടെ അർത്ഥം ഇത്രയുമാണ്. ഭഗവാന്റെ രൂപം മനോജ്ഞമാണ്. മനോജ്ഞം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. കൂടാതെ കവി പറയുകയാണ് ഭഗവാന്റെ രൂപമെന്ന് പറഞ്ഞാൽ നവസുധയാണെന്ന്. എന്താ നവസുധ? അമൃതാണെന്ന്. അമൃത് എങ്ങനെയുള്ള അമൃത്? നിഷ്യന്ത. അതാണ് നിഷ്യന്ത, ഒഴുകുന്ന അമൃതാണെന്ന്, പ്രവാഹമാണെന്ന്. അമൃതിൻ്റെ പ്രവാഹം. ഈ അമൃത് എവിടെ നിന്ന് വരുന്നു? സന്തോഹനം, അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് വരുന്നു. ഏതാണ് ഉറവിടം? പരബ്രഹ്മം. സകലതിൻ്റെയും ഉറവിടം പരബ്രഹ്മം. അപ്പോൾ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നത് ഭഗവാന്റെ രൂപം അതിമനോഹരമാണ്. പിന്നെ ഭഗവാന്റെ രൂപത്തിൽ ഇങ്ങനെ അമൃത് വഹിക്കുകയാണ്. ആ അമൃത് എന്ത് ചെയ്യുന്നു? നിഷ്യന്തം അമൃത് ഇങ്ങനെ പ്രവഹിക്കുകയാണ്, ഒഴുകുകയാണ്. എവിടെ നിന്ന്? സന്തോഹനം, അതിൻ്റെ ഉറവിടത്തിൽ നിന്ന്. ഉറവിടമേത്? പരബ്രഹ്മം. അപ്പോൾ പരബ്രഹ്മത്തിൽ നിന്ന് അമൃത് ഇങ്ങനെ ഒഴുകി വരികയാണ്. പരബ്രഹ്മത്തിൽ നിന്ന് ഒഴുകി വരുന്ന അമൃതിൻ്റെ പ്രവാഹമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം. അപ്പോൾ ഭഗവാന്റെ രൂപത്തെ കറന്നാൽ കിട്ടുന്നത് മനോഹരമായ അമൃതിൻ്റെ പ്രവാഹമാണ്. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അമൃത് എന്തിൻ്റെ പ്രതീകമാണ്? അമരത്വം.
ഇല്ലേ? നമ്മൾ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജരാനരകൾ ബാധിക്കില്ല, മരണം ബാധിക്കില്ല. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ രൂപം ആരാണോ മനസ്സിലെപ്പോഴും ധ്യാനിക്കുന്നത് അവന് ജരാനരകൾ ബാധിക്കില്ല, അവന് അമരത്വം കിട്ടും, അവന് പിന്നീട് മരണമില്ലാത്തതും രോഗങ്ങളില്ലാത്തതും വൈരൂപ്യമില്ലാത്തതും വിരോധങ്ങളില്ലാത്തതും ശത്രുതയില്ലാത്തതും സ്നേഹം മാത്രവുമുള്ള വൈകുണ്ഠ ലോകത്തിലേക്ക് ഭഗവാൻ അവനെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഭഗവാന്റെ രൂപം അമൃതാണെന്ന് പറയുന്നത്. അപ്പം അമൃത് ജരാനരകളില്ലാത്തതാണ്. അപ്പം സാക്ഷാൽ ഗുരുവായൂരമ്പലത്തിൽ ഗുരുവായൂരിലെ ശ്രീലകത്ത് വിലസി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ, ആ ഗുരുവായൂരപ്പനെ രാധേ രാധേ കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ സ്മരിക്കുന്നുണ്ടോ? സ്മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമരത്വമായി. നിങ്ങൾക്ക് പിന്നെ ജരാനരകൾ ബാധിക്കാത്ത, വൈരൂപ്യം ബാധിക്കാത്ത, വിരോധങ്ങളില്ലാത്ത, ശത്രുതയില്ലാത്ത, സ്നേഹം മാത്രമുള്ള, ഒരു രോഗങ്ങളുമില്ലാത്ത വൈകുണ്ഠത്തിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കാമെന്നാണ് ഈ നവസുധ എന്ന പദം കൊണ്ട് ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. അപ്പം നവസുധ മനസ്സിലായില്ലേ? ഒരു പുതിയ അമൃതാണ്, വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള അമൃതാണ്. അതിന് ഒരു കാര്യമുണ്ട്, ഭഗവാനോട്, ഭഗവാന്റെ രൂപത്തോട് നിങ്ങൾക്ക് അത്രയ്ക്ക് ആസക്തി ഉണ്ടാകണം. മനസ്സിലായ? ഭയങ്കര ആസക്തി. അതായത് നിങ്ങൾക്ക് ജീവിതത്തോട് എന്ത് ആസക്തിയാണ്? മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പേടിയില്ലേ? ജീവിക്കാൻ എന്തൊരാസക്തിയാണ്? അത്രയും ആസക്തി നിങ്ങൾക്ക് ഭഗവാന്റെ രൂപം ദർശിക്കാൻ നിങ്ങൾക്കുണ്ടാകണം. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഭഗവാൻ പറയുകയാണ്, നിനക്ക് ഞാൻ എൻ്റെ രൂപദർശനം തരാം, പക്ഷേ പകരം നിന്റെ മക്കളുടെ ജീവനെ ഞാൻ അങ്ങെടുക്കും. എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, രാധേ രാധേ കാണുന്ന പ്രേക്ഷകർ ഇപ്പൊ ഉത്തരം പറ, എന്തു പറയുമെന്ന് പറ. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് വന്നിട്ട് പറയുകയാണ്, ഉറക്കത്തിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, നോക്കൂ, നിന്റെ ഒരു വാക്ക് മതി, എൻ്റെ ദർശനം ഞാൻ നിനക്ക് തരാം, പക്ഷേ നിന്റെ മക്കളെ ഞാൻ അങ്ങ് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? നിനക്ക് ദർശനം തരാം, നിന്നെ ഞാൻ വൈകുണ്ഠത്തേക്ക് കൊണ്ടുപോകാം എന്ന് ഭഗവാൻ വന്ന് പറഞ്ഞാൽ രാധേ രാധേ എന്ന ചാനൽ കാണുന്ന പ്രേക്ഷകർ എന്ത് പറയും? എൻ്റെ അടുത്ത് ഉത്തരം പറ, എന്ത് പറയും? നോക്കൂ, എൻ്റെ മക്കളെ കൊണ്ടുപോകുമെന്നോ? അവർ ഈ ജന്മമല്ലേ എൻ്റെ മക്കളായത്, കഴിഞ്ഞ ജന്മം വേറെ ആരുടെയോ മക്കള്, ഇനി വരുന്ന ജന്മം വേറെ ആരുടെയോ മക്കള്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കെൻ്റെ ഭഗവാനെ കാണണം. എനിക്ക് ഇനിയും മക്കളിലും അവരുടെ കുഞ്ഞുമക്കളിലും ഭർത്താവിലുമൊക്കെ കുരുങ്ങിക്കിടന്ന് ധർമ്മപദത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇനിയും ഇനിയും ഓരോ ഗർഭപാത്രത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഭഗവാനെ എനിക്ക് വയ്യ എന്ന് നിങ്ങൾ പറയുമോ? പറയാനുള്ള മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഭഗവാന്റെ മനോജ്ഞമായ രൂപം തെളിയുകയും നവസുധ ഭഗവാന്റെ രൂപമാകുന്ന അമൃത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകുകയും ഈ ജന്മം തന്നെ രോഗങ്ങളിൽ നിന്ന് മുക്തമാവുകയും അതിനുശേഷം നിങ്ങൾക്ക് മരണം അടുക്കാറാകുമ്പോൾ ഭഗവാൻ വരികയും ജരാനരകളില്ലാത്ത യാതൊരുവിധ വൈരൂപ്യങ്ങളും ഇല്ലാത്ത ജനിമൃതികളില്ലാത്ത വൈകുണ്ഠത്തിലേക്ക് പോകാം. അങ്ങനെ പോയ ഒരാളുണ്ട്, പൂന്താനം. പൂന്താനത്തിന് മക്കളില്ലാതെ ആറ്റുനോറ്റിരുന്നു. ആ കഥ നിങ്ങൾക്കറിയാം. ആ സമയത്താണ് ഒരു കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ചപ്പം ഗുരുവായൂരപ്പൻ തന്നെന്ന് പറഞ്ഞ് സന്തോഷിച്ചു. പക്ഷെ ആ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തി. അതിൽ പങ്കെടുക്കാൻ വന്ന ഓരോരുത്തരും തൻ്റെ വസ്ത്രമൂരി കുഞ്ഞിൻ്റെ മുഖത്തിട്ടു. കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു പേര് രണ്ട് രീതിയിലാണ് പ്രതികരിച്ചത്. പൂന്താനത്തിൻ്റെ ഭാര്യ ഗുരുവായൂരപ്പനെ ശക്തമായി ആക്ഷേപിച്ചു, ഭയങ്കരമായിട്ട് ഗുരുവായൂരപ്പനെ ആക്ഷേപിച്ചു. പക്ഷേ പൂന്താനം പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ചോദിച്ചു, എന്താ മനുഷ്യ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, എനിക്ക് ഈ കൊച്ചിനെ കെട്ടിയ ഇത്രയും ദിവസം ഞാൻ ഭഗവാനെ
ഇപ്പൊ പകുതിയുടെ പകുതി പോലും സ്മരിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ കിട്ടുന്നതിന് മുമ്പ് ഭഗവാനെ എത്ര തവണ സ്മരിച്ചിട്ടുണ്ടോ അതിൻ്റെ പകുതിയുടെ പകുതി പോലും കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ സ്മരിച്ചില്ല. ഈ കുഞ്ഞിനെ എനിക്ക് തന്നിരുന്നെങ്കിൽ അവൻ്റെ കളികളും ലീലകളും കണ്ട് ഉണ്ണിക്കണ്ണൻ്റെ കളികളും ലീലകളും ഞാൻ മറന്നുപോയേനെ. അപ്പോൾ പൂന്താനത്തിൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്കപ്പോൾ ഒരു കുഞ്ഞു വേണ്ടേ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി? എൻ്റെ ഉണ്ണിക്കണ്ണൻ എൻ്റെ ഹൃദയത്തിലുള്ളപ്പോൾ എനിക്കെന്തിന് വേറൊരു കുഞ്ഞ്? എനിക്കെന്തിന് വേറൊരു കുഞ്ഞ്? എൻ്റെ ഉണ്ണിക്കണ്ണനെ രാരിരാരോ പാടി ഉറക്കാനുള്ളപ്പോൾ ഞാൻ എന്തിന് വേറൊരു കുഞ്ഞിന് രാരിരാരോ പാടുന്നു? എനിക്കെൻ്റെ ഉണ്ണിക്കണ്ണൻ മതി. എൻ്റെ ഉണ്ണിക്കണ്ണൻ വാവാവോ. എൻ്റെ മോൻ ഉണ്ണിക്കണ്ണൻ, എൻ്റെ മോൾ ഉണ്ണിക്കണ്ണൻ, എൻ്റെ സർവ്വതും ഉണ്ണിക്കണ്ണൻ. കണ്ണാ കണ്ണാ, എന്നിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി? എൻ്റെ കണ്ണൻ മതിയേ, എൻ്റെ ഉണ്ണിക്കണ്ണൻ മതിയേ. എൻ്റെ ഉണ്ണിക്കണ്ണനാണേ എൻ്റെ പൊന്നുമോൻ. എൻ്റെ ഉണ്ണിക്കണ്ണൻ തന്നെയാണേ എൻ്റെ പൊന്നുമോൾ. എൻ്റെ ഉണ്ണിക്കണ്ണൻ തന്നെയാണേ എൻ്റെ സഹോദരൻ, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരി, എൻ്റെ സുഹൃത്ത്, സർവ്വതും എൻ്റെ ഉണ്ണിക്കണ്ണനാണേ എന്ന് വന്നാൽ പൂന്താനത്തെ പോലെ ഉടലോടെ സ്വർഗത്തിൽ പോകാം. ഉണ്ടോ? എല്ലാവരെയും ഉടലോടെ കൊണ്ടുപോയിട്ടില്ല. പൂന്താനത്തെ മാത്രമാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു മനസ്ഥിതി രാധേ രാധേ എന്ന ചാനൽ കാണുന്നവർക്കുണ്ടോ? ഉണ്ടോ? മക്കളും കുട്ടിയും ഒന്നും പ്രശ്നമല്ല. ഭഗവാനെ അവിടുത്തെ വിരൽത്തുമ്പിൽ പിടിച്ചു വരാമെന്നൊരു മനസ്ഥിതി ഉണ്ടോ? എനിക്കുണ്ട്, എനിക്കുണ്ട് ഭഗവാനെ, ഞാൻ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ മനോഹരമായ രൂപം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുകയും നിങ്ങൾക്ക് ഭഗവാനിലേക്ക് അടുക്കുകയും ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ വരി. കൃഷ്ണ, ഞാനതിന് തയ്യാറാണ്, ഞാനതിന് തയ്യാറാണ്, ഞാൻ വരുന്നേ, ഞാൻ വരുന്നേ. പക്ഷേ എനിക്ക് വൈകുണ്ഠമല്ല, എനിക്ക് ഗോലോകം പോണേ. കാരണം എൻ്റെ ദേവി രാധാറാണിയാണേ അവിടെ ഇരിക്കുന്നത്. ആ രാധാറാണി ഉള്ളിടത്ത് പിന്നെ കൃഷ്ണനും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. എൻ്റെ പ്രേക്ഷകരെ, വരുന്നോ? വരുന്നോ? വരുന്നെങ്കിൽ ഇതാ ഈ പറഞ്ഞ മനസ്സാക്ക്. മക്കളും കുട്ടിയും ഒന്നും പ്രശ്നമല്ല, ഭഗവാൻ മതി. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇനി രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ വരി പരിശോധിക്കാം. ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണുത്വാം. അപ്പൊ രണ്ടാമത്തെ വരി എന്താ പറയുന്നത്? ത്വദ്രൂപം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രൂപം. ത്വദ്രൂപം പരചിദ്രസായനമയം. അത് പിരിച്ചെഴുതുമ്പോൾ പരചിത് അധികം രസായനമയം. പരചിത് എന്ന് പറഞ്ഞ പരബ്രഹ്മ രസായനം നിറഞ്ഞത്. അല്ലയോ ഭഗവാനേ ശ്രീകൃഷ്ണ, അങ്ങയുടെ രൂപം പരബ്രഹ്മമെന്ന രസായനം നിറഞ്ഞതാണ്. പിന്നെയോ ചേതോഹരം, നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നതാണ്, ചേതസ്സിനെ കീഴടക്കുന്നതാണ്. ഋണുത്വാം, ശൃണുത്വാം, കേൾക്കുന്നവരുടെ. അപ്പൊ എന്താണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ രൂപം പരബ്രഹ്മ രസായനമയമാണ്. അത് ആരുടെയും മനസ്സിനെ ആകർഷിച്ച് കീഴടക്കുന്നതുമാണ്. എന്താണ് രസായനം? രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് വെച്ച് അലിച്ചിറക്കാവുന്ന ഒരൗഷധമാണ്. നാവ് വെച്ച് അലിച്ചലിച്ചിറക്കാവുന്ന ഒരൗഷധത്തെയാണ് നമ്മൾ രസായനമെന്ന് പറയുന്നത്. ഇവിടെ പരബ്രഹ്മമെന്ന് പറയുന്ന ചൈതന്യം, ആ ചൈതന്യത്തെ ആസ്വദിക്കത്തക്ക തരത്തിലാക്കിയതാണ് ഭഗവാന്റെ രൂപം. ആ രൂപം നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക.
ആ നാമം നാവുകൊണ്ട് രസായനം പോലെ അലിയിച്ചിറക്കുക എന്ന് പറഞ്ഞ നാമം ഉച്ചരിച്ച് നിർവൃതി അടയുന്നവൻ ആരോ അവന് രസായനമെന്ന ഔഷധം സേവിക്കുന്നതിൻ്റെ ഗുണം കിട്ടും. രസായനം എന്ന ഔഷധം സേവിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗശമനവും ഉണ്ടാകും, ശരീരപുഷ്ടിയും ഉണ്ടാകും. എന്നാൽ ഭഗവാന്റെ അതിമനോഹരമായ രൂപമെന്ന രസായനം ആരാണോ നുണഞ്ഞിറക്കുന്നത്, ആസ്വദിച്ചിറക്കുന്നത്, അവന് രോഗങ്ങളില്ലാതാകും, ശരീരപുഷ്ടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മനോപുഷ്ടി ഉണ്ടായി മനസ്സിലെ മാലിന്യങ്ങൾ അകന്ന് അവൻ എന്തു ചെയ്യുന്നു? മോക്ഷപ്രാപ്തിക്ക് അർഹനായി മാറുന്നു. അതായത് ആരാണോ ഭഗവാന്റെ രൂപം കാണുകയോ ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുകയോ ഓർക്കുകയോ ചെയ്യുന്നത് അവരെ സൂചിപ്പിക്കാനാണ് ഋണത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്, ശൃണ്വതാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ശൃണ്വതാം എന്ന വാക്കിന് കേൾക്കുന്നവരെന്നേ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ കവി അതിന് ഭഗവാന്റെ രൂപത്തെ ഉൾക്കൊള്ളുന്നവർ എന്ന ഒരു സൂചനയും കൂടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. രാധേ രാധേ എന്ന ചാനലിൽ നാരായണീയത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഒരു ഭക്തൻ 3 കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഒരു ഭക്തൻ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഭഗവാന്റെ രൂപം കാണുക. അത് നിങ്ങൾ ഭഗവാന്റെ ഇഷ്ടം പോലെയുള്ള ചിത്രങ്ങൾ കിട്ടും, ആ ചിത്രങ്ങൾ കിട്ട് ഭഗവാന്റെ രൂപം കാണുക. പിന്നെ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണോ അവിടെയൊക്കെ പോവുക, ആ രൂപം കാണുക. ഗുരുവായൂരും പോവുക, ഗുരുവായൂരപ്പൻ്റെ രൂപവും കാണുക. രണ്ടാമത്തെ കാര്യം ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ, ഭക്തിരസപ്രധാനമായ കഥകളും മഹിമകളുമൊക്കെ ഇങ്ങനെ കേൾക്കുക. അത് കേൾക്കാൻ മാത്രമാണ്. അത് വെച്ച് ഏതാ ഭഗവാന്റെ കഥകളാ കേൾക്കേണ്ടത്, അല്ലാതെ ഉപനിഷത്തും വേദവും ഒന്നുമല്ല. ഈ കഥ കേട്ടത് വേറൊരാളുമായി തർക്കിക്കാനുമല്ല, നമ്മുടെ ഉള്ളിലെ ഭക്തി വർദ്ധിക്കാനാണ്. നിങ്ങളങ്ങനല്ല, നിങ്ങൾ ഈ കഥകൾ കേൾക്കുന്നതും മറ്റും മറ്റൊരാളുമായി തർക്കിക്കാനാണ്. അത് പോകരുത്. അപ്പോൾ 1 ഭഗവാന്റെ രൂപം കാണുക, 2 ഭഗവാന്റെ കഥകളും ഭഗവാന്റെ മഹിമകളുമൊക്കെ വർണ്ണിക്കുന്നത് കേൾക്കുക, 3 അതിനുശേഷം ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ ഹൃദയത്തിൽ വച്ച് ധ്യാനിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ പരബ്രഹ്മ ചൈതന്യം ഒരു ഒന്നാന്തരം രസായന ഔഷധമായി മാറി ഭക്തൻ്റെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ശുദ്ധീകരിച്ച് നിങ്ങളുടെ മോക്ഷപ്രാപ്തിക്ക് അർഹരായി തീർക്കുന്നതാണ്. അപ്പം 3 കാര്യം: ഭഗവാന്റെ രൂപം കാണുക, അതിന് ഭഗവാന്റെ ചിത്രങ്ങളുണ്ട്. 2 ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭക്ത കഥകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. 3ാമത്തെ കാര്യം അങ്ങനെ കണ്ട ഭഗവാനെയും ആ കേട്ട ഭഗവാനെയും അതെല്ലാം നമ്മുടെ ഭക്തിയിലാക്കിയിട്ട് നമ്മൾ ഭഗവാനെ ഹൃദയത്തിലാക്കി സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു രസായനം എന്ന ഔഷധം സേവിച്ച അതേ പ്രയോജനം നിങ്ങൾക്കുണ്ടാകുന്നതാണ്, അതിനേക്കാളുണ്ടാകും. കാരണം രസായനം സേവിക്കുമ്പോൾ രോഗശമനവും ഉണ്ടായി, ശരീരപുഷ്ടിയും ഉണ്ടാകും, ഇവിടെ മനോപുഷ്ടിയും കൂടെ നിങ്ങൾക്കുണ്ടാകും. ഇനി നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ ചേതോഹരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചേതസ് മനസ്സിനെ ഹരിക്കുന്നത്, മനസ്സിനെ കീഴടക്കുന്നതെന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്: ഭഗവാന്റെ രൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവർ ആരോ അവരുടെ മനസ്സിനെ ഹരിക്കുന്നവനാണ്, അവരുടെ മനസ്സിനെ കീഴടക്കുന്നവനാണ് ഭഗവാൻ. അതായത് അവൻ്റെ മനസ്സിനെ ഇങ്ങെടുത്ത് ഭഗവാൻ എടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് ഹൃദയത്തിലെ മാലിന്യങ്ങളെ മുഴുവനും അതങ്ങ് നീക്കം ചെയ്ത് നിങ്ങളുടെ ചേതസ്സിനെ എന്ത് ചെയ്യും? ഹരിച്ചു കളയും. ശ്രദ്ധിച്ചിട്ടോളണം, ചേതോഹരം എന്നാണ് പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ഭഗവാന്റെ രൂപം കാണുകയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുകയും ചെയ്താൽ നിങ്ങളുടെ
അശുദ്ധമായ മനസ്സിനെ ഭഗവാൻ ഇല്ലാതാക്കി കളയും, ഹരിച്ചു കളയും. അശുദ്ധമായ മനസ്സിനെ ശുദ്ധീകരിച്ച് ഭഗവാന്റെ പ്രഭയിൽ നിങ്ങളുടെ ഹൃദയം അങ്ങനെ തിളങ്ങും. നിങ്ങളുടെ ഹൃദയം തിളങ്ങുമ്പോൾ നിങ്ങളുടെ മുഖവും തിളങ്ങും. അതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? അങ്ങനെ ഭഗവാനതാ നമ്മളെ മള്ളൂരൊക്കെ ഇല്ലേ, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ടില്ലേ? എന്തൊരു തേജസ്സാണ് അല്ലേ? കാരണം എന്തുകൊണ്ട്? അവർ ഭഗവാന്റെ രൂപം ഇരുട്ട വെളുക്ക മനസ്സിൽ ധ്യാനിക്കുന്നവരാണ്. ധ്യാനിക്കുമ്പം ഭഗവാന്റെ രൂപം വരുന്നിടത്ത് പ്രഭയുണ്ടാകും. ആ പ്രഭയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാതാകും. അതോടുകൂടി നിങ്ങളുടെ മുഖത്തെന്ത് ചെയ്യുന്നു? അത് പ്രസരിക്കും. അസാമാന്യമായ ഒരു പ്രഭ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകും. അതുകൂടാതെ മനസ്സിനെ ഹരിക്കുന്ന രൂപമാണ് ഭഗവാന്റേത് എന്നും അർത്ഥം പറയാം. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ വരി നല്ലതുപോലെ മനസ്സിലായില്ലേ? ത്വദ്രൂപം, ഭഗവാന്റെ രൂപം. പരചിത് രസായനം ചേർത്തെഴുതുമ്പം പരചിദ്രസായനം. ഭഗവാന്റെ രൂപമെന്ന് പറയുന്നത് ആയുർവേദത്തിലേക്കുള്ള ഔഷധ ഗുണമായ രസായനമാണ്. അത് ചേതോഹരം ശൃണ്വതാം. ആ രൂപം അത് കേൾക്കുന്നവനും ധ്യാനിക്കുന്നവനെയും അവൻ്റെ മനസ്സിനെ ഹരിച്ച് ഇല്ലാതാക്കി, ചേതസ്സിനെ ഹരിച്ച് ഇല്ലാതാക്കി ശുദ്ധീകരിക്കും. ഇതാണ് രണ്ടാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കടക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. സദ്യ പ്രേരയതേ മതിം മതയതേ രോമാഞ്ച അത്യംഗകം. സദ്യ പെട്ടെന്ന്, നമ്മുടെ വിവാഹ സദ്യയായിട്ട് ബന്ധമില്ല. സദ്യ പെട്ടെന്ന്, പ്രേരയതേ പെട്ടെന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇല്ലേ? മതിം നമ്മുടെ ബുദ്ധിയെ, അതായത് ഭഗവാന്റെ രൂപം ഉള്ളിൽ ധ്യാനിക്കുന്നവൻ ആരോ അവൻ്റെ ബുദ്ധിയെ മതയതേ അങ്ങ് മതിപ്പിക്കുന്നു. മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞുതരാം. മതിപ്പിക്കുന്നു. രോമാഞ്ചയത്യംഗകം എന്ന് മാത്രമാണോ? അതായത് രോമാഞ്ചയതി അധികം അംഗകം. അംഗകം ശരീരം. നമ്മുടെ ശരീരത്തെ അത് എന്ത് ചെയ്യുന്നു? രോമാഞ്ചമണിയിക്കുന്നു. നമ്മുടെ ഓരോ രോമങ്ങളും എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിൽക്കുന്നു ഭഗവാന്റെ രൂപം ധ്യാനിക്കുമ്പോൾ. അപ്പോൾ ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണന കേൾക്കുന്നവരുടെ ബുദ്ധി ഉണരും. അതായത് എന്താണ് ഈ ബുദ്ധി ഉണരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കണം. ഭഗവാന്റെ രൂപത്തെ ആരാണോ ധ്യാനിക്കുന്നത്, ഭഗവാന്റെ രൂപം ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നത് ആരാണോ, ഭഗവാന്റെ കഥകളും മഹിമകളുമൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് ആരാണോ, അവൻ്റെ ബുദ്ധിയിൽ നിന്ന്, അതായത് ബുദ്ധി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ബുദ്ധിജീവികളെ ഇപ്പം ജനം കളിയാക്കി തുടങ്ങി. അയാൾ വലിയ ബുദ്ധിജീവിയാണ് എന്നും പറഞ്ഞുകൊണ്ട്. പാണ്ഡിത്യ കസർത്തുകളാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഭഗവാനെ കിട്ടാൻ വേണ്ടി വേദങ്ങൾ വായിക്കും, ഉപനിഷത്തുകൾ വായിക്കും, ഭാഗവതം വായിക്കും, ആ പുരാണം വായിക്കും, ഈ പുരാണം വായിക്കും, ബ്രഹ്മവൈവർത്ത പുരാണം വായിക്കും. അതോടുകൂടി നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായി തുടങ്ങുന്നു. ഈ ബുദ്ധി ഉണ്ടായി തുടങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് തർക്കവാസന കൂടുന്നു. മറ്റുള്ളവരുമായി തർക്കിക്കും. ആര് പറഞ്ഞു? വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആചാര്യന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടില്ലേ? അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബുദ്ധിയിൽ കിടന്ന് രമിക്കുന്നു. ആ ബുദ്ധിയെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഈ പാണ്ഡിത്യങ്ങളെല്ലാം എടുത്ത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് കളഞ്ഞ് നിങ്ങളെ നിഷ്കളങ്കനാക്കി മാറ്റും. അതാണ് ഞാൻ ഒരിക്കൽ രാധാമാധവൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കറിയാം. എൻ്റെ രാധാമാധവൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഞാൻ ഒരുക്കി അയച്ച മോർണിംഗ് മെസ്സേജ് അതാണ്. ഫൂൾ. നിങ്ങളൊരു ഫൂൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിഷ്കളങ്കനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് വേഗം ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്താം. നിങ്ങളെ അറിവുകളെടുത്ത് അയ്യത്തുകളാ. അത് വേസ്റ്റ് എന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഒരു എച്ചിൽ വലിച്ചെറിയുന്നു. ആ എച്ചിൽ കൊണ്ട് നായ്ക്കും പൂച്ചയ്ക്കുമെങ്കിലും പ്രയോജനമുണ്ട്. ആ എച്ചിൽ നക്കിത്തിന്ന് അതിൻ്റെ വിശപ്പടക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി വച്ചിരിക്കുന്ന പാണ്ഡിത്യ കസർത്തും
കുറേ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് മറ്റുള്ളവരെ അടിച്ചിരുത്താൻ ഉപയോഗിക്കുന്ന ഈ രീതിയുമൊക്കെ നിങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നില്ല, കേൾക്കുന്നവനും എന്ത് ചെയ്യുന്നില്ല, യാതൊരുവിധ പ്രയോജനങ്ങളും ചെയ്യുന്നില്ല. നിങ്ങളൊരു ഫൂളാക്. അല്ലേ? സോക്രട്ടീസ് എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്കൊന്നേ അറിയാവൂ, അതെനിക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ളതാണ്. പക്ഷെ നിങ്ങളീ പലരും അങ്ങനെയാണോ? വേദങ്ങൾ അങ്ങനെ പറഞ്ഞു, ഉപനിഷത്തുകൾ ഇതിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞുകൂടാ, അല്ലാതെ അങ്ങനെ പറയും. നോ, നിങ്ങൾ ആരായി മാറുക? ഒരു ഫൂളായി മാറുക. ഭഗവാൻ നിങ്ങളെ ഒരു ഫൂളാക്കി മാറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫൂളല്ല ഞാൻ പറഞ്ഞത്. വേണ്ടാത്ത പാണ്ഡിത്യ കസർത്തുകൾ മാറ്റി നിങ്ങൾ നിഷ്കളങ്കനായി മാറും. അങ്ങനെ ഭഗവാൻ നിങ്ങളുടെ ബുദ്ധിയെ മതിപ്പിക്കും. എന്താ മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. മനന നിധിധ്യാസനങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞു തരാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഭഗവാന്റെ രൂപം കാണുക, ഭഗവാന്റെ മഹിമകൾ കേൾക്കുക, ആ രൂപം ഏകാഗ്രമായി ധ്യാനിച്ചു മനസ്സിൽ ഉറപ്പിക്കുക. ആ മനസ്സിൽ ഉറപ്പിക്കുന്നതിനെയാണ് നിധിധ്യാസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ബുദ്ധി ഇല്ലാതായി മാറുന്നു, ബുദ്ധിയെ പാണ്ഡിത്യമൊക്കെ മാറുന്നു. മാറിയിട്ട് അവിടെ ഭഗവാന്റെ രൂപം മാത്രം വരുന്നു. ഇല്ലേ? ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നാരായണീയം എഴുതിയിരിക്കുന്ന ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞിട്ടുണ്ട്, ഭട്ടതിരിപ്പാടേ, നിങ്ങളുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് വന്ന് പറഞ്ഞതാണ്, നിങ്ങളുടെ വിഭക്തി അല്ല ഭട്ടതിരിപ്പാടേ എനിക്കിഷ്ടം, എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. നിങ്ങൾക്ക് പാണ്ഡിത്യം മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഇല്ലാതാക്കി കൊടുത്തതാണ് ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം. എന്നിട്ട് പൂന്താനം ആ ഭാഷാകാവ്യം തിരുത്താൻ പറഞ്ഞപ്പോൾ, ഞാൻ സംസ്കൃത പണ്ഡിതൻ, എനിക്ക് ഭാഷാകാവ്യം തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അന്ന് രാത്രി ഭട്ടതിരിപ്പാട് വാതരോഗം കൊണ്ട് പൊളയാൻ തുടങ്ങി. അന്നേരമാണ് ഭഗവാൻ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് പാണ്ഡിത്യം ഒന്നും വേണ്ട. ഇതാണ് ഞാൻ നിങ്ങളടുത്ത് ബുദ്ധൻ്റെ ധർമ്മപദത്തിൽ പറയുന്നത്. കാരണം കൃഷ്ണനാണ് ബുദ്ധനായി വന്നിരിക്കുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ബുദ്ധനായി വന്നിട്ട് ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാരായണീയം കാണുന്ന പ്രേക്ഷകർ നിശ്ചയമായും വെള്ളിയാഴ്ച 12 മണിക്ക് വരുന്ന ധർമ്മപദം കണ്ടിരിക്കണം. അതിനകത്ത് ബുദ്ധനും ഇതാ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും വേദങ്ങളും ഉപനിഷത്തുകളും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒന്നും നിങ്ങളെ ദൈവത്തെ കാണാൻ സഹായിക്കില്ല. പിന്നെയോ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലിരിപ്പുകൊണ്ട് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ബുദ്ധിയെ മതിപ്പിച്ചു കളയും, ബുദ്ധിയെ ഇല്ലാതാക്കി കളയും, പാണ്ഡിത്യങ്ങൾ ഇറക്കി വിടും. നിങ്ങൾക്ക് പിന്നെ ആരോടും തർക്കിക്കണ്ട, നിങ്ങൾ ഭക്തിയുടെ ലഹരിയിലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിലെ ഓരോ അംഗം അവയവം, ശരീരത്തിലെ ഓരോ അംഗവും രോമാഞ്ചമണിയുകയും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും പിന്നെ ഒറ്റ വാചകം മാത്രം, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ വേദങ്ങളിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനൊരു തർക്കമില്ല നിങ്ങൾക്ക്. ഈ മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വളരെ വ്യക്തമായിട്ട് അറിയുക. മതിപ്പിക്കുക എന്ന് പറയുന്നതിന് ഒരർത്ഥം കൂടുണ്ട്. ലഹരി സാധനങ്ങൾ ബുദ്ധിക്ക് വരുത്തുന്ന മാറ്റമാണ് മതം. നമ്മളിപ്പോൾ കഞ്ചാവും ചരസുമൊക്കെ കഴിച്ചു കഴിയുന്നവൻ അവൻ ഒന്നിലും തർക്കിക്കാൻ പോകത്തില്ല. അവൻ ആ ലഹരിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. വളരെ ബുദ്ധിപൂർവമാണ് ഈ മതം എന്ന വാക്കിന് ഉപയോഗിക്കുന്നത്. കഞ്ചാവും ചരസും അടിക്കുന്നവൻ അവൻ ആരെടുത്ത് ഒരു തർക്കത്തിനും പോകുന്നില്ല. നമ്മൾ പറയും കിറുങ്ങിയിരിക്കുകയാണെന്ന്. അവൻ ആ കഞ്ചാവിൽ കിട്ടുന്ന ഒരു ലഹരിയുണ്ട്, ആ ലഹരിയുടെ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അത് ദോഷം ചെയ്യുന്ന ലഹരിയാണ്. അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല സമൂഹത്തെയും ഇല്ലാതാക്കുന്ന ലഹരിയാണ്. അതുപോലെ ഒരു ലഹരിയാണ് ഭക്തി. ഭക്തിയും ഒരു ലഹരിയാണ്. അത് നിങ്ങളുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കും. ബുദ്ധി എന്താ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുക? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വർഗം. അതുകൂടാതെ പുരാണങ്ങളെ വെച്ച് വാചക കസർത്ത് നടത്തുന്ന മറ്റൊരു വർഗം. അങ്ങനെ ബുദ്ധി നിങ്ങളെ തർക്കങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ തർക്കങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ രോമങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ് ശരീരത്തിൽ. പക്ഷേ നിങ്ങൾ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചു കഴിയുമ്പോൾ
അതൊരു ലഹരിയായി മാറും. കഞ്ചാവടിക്കുന്നവൻ എന്ത് ലഹരിയാണോ ഉണ്ടാകുന്നത് അതിനേക്കാൾ ആരോഗ്യകരമായ ഒരു ലഹരി, ഭക്തിയും ഒരു ലഹരി. ആ ലഹരിയിൽ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് തർക്കിക്കണ്ട, പിന്നെ ആരോടും വാദിക്കണ്ട, പിന്നെ പുരാണങ്ങൾ ഉദ്ധരിക്കണ്ട, പിന്നെ ഒന്നു മാത്രം കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ നോക്കുന്നിടത്തെല്ലാം ഭഗവാൻ, കാണുന്നതെല്ലാം ഭഗവാൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് ഭക്തി ഒരു ലഹരിയായി മാറുമ്പോൾ ബാഹ്യ വ്യാപാരങ്ങളെല്ലാം ചുരുങ്ങും. അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? മക്കളോട്, ഭർത്താവ്, ഭാര്യ, ധനം, വീട്, ഇതിനോടൊക്കെ നിങ്ങൾക്ക് ആസക്തികൾ കുറഞ്ഞു 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 വരും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാകും? ആനന്ദം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങും. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ബാഹ്യത്തിലാണ് എന്ന് വെച്ചാൽ പുറമേ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ മുഴുകിക്കിടക്കുകയാണ്. കണ്ണുകൊണ്ട് കാണുന്ന ധനത്തിനോടിഷ്ടം, കണ്ണുകൊണ്ട് കാണുന്ന മണിമാളിക വേണമെന്ന ആഗ്രഹം, കണ്ണുകൊണ്ട് കണ്ട് നമ്മളെ ചുറ്റും ജീവിക്കുന്ന മക്കള്, ഈ ആസക്തിയിൽ മുഴുകിക്കിടക്കുകയാണ്. ഭക്തി ഒരു ലഹരിയായി മാറി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഉള്ളിൽ വന്നാൽ പിന്നെ ധനം നിസാരം, മാളിക നിസാരം, മക്കള് നിസാരം, ഭർത്താവ് നിസാരം, എല്ലാം നിസാരം. സാരമായി ഒന്നേ ഉള്ളൂ, ഗുരുവായൂർ ശ്രീരംഗത്ത് വിലസുന്ന കണ്ണൻ, സാക്ഷാൽ കണ്ണൻ മാത്രം. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉള്ളില് ആനന്ദം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങും. ഈ ആനന്ദം നമ്മുടെ ശരീരത്ത് പ്രത്യക്ഷമാകുന്നതിൻ്റെ ലക്ഷണമാണ് രോമാഞ്ചം. പിന്നെ കണ്ണീര്, അത് അടുത്ത വരി പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ രൂപം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊന്നുമില്ല. നിങ്ങളുടെ ഓരോ രോമങ്ങളും എഴുന്നു നിൽക്കും. എഴുന്നു നിന്ന് നിങ്ങൾക്ക് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ആ അവസ്ഥ വരും. ആ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകണം. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, സ്റ്റെപ്പ് കയറുമ്പോഴും കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കുളിക്കുമ്പോഴും കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, മലക്കറി അരിയുന്നു കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, പാചകം ചെയ്യുന്നു കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓ, അപ്പോഴത്തേക്ക് ആനന്ദം വന്നങ്ങ് നിറയും. ശരീരത്തിലെ രോമങ്ങളൊക്കെ 24 മണിക്കൂറും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. വല്ലാത്തൊരു നിർവൃതിയിലേക്ക്. ഇത് കേൾക്കുന്ന അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ബാഹ്യകാര്യങ്ങളിൽ നിന്ന് പിൻവലിക്ക്. നിങ്ങളുടെ ഓരോ രോമങ്ങളും എഴുന്നേറ്റ് നിന്ന് ആനന്ദ നിർവൃതിയിൽ നിങ്ങൾ ആറാടുന്നത് കാണാം. ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് കിടക്കാം. വ്യാസിഞ്ചത്യപി ശീത ബാഷ്പ വിസരൈരാനന്ദ മൂർച്ഛോദ്ഭവേ. എന്താണ് വ്യാസിഞ്ചത്യപി എന്ന് പറഞ്ഞാൽ? നമ്മളെ അങ്ങ് ആറാടിക്കുന്നു എന്നർത്ഥം. വ്യാസിഞ്ചത്യപി, ശീതം തണുത്ത, കുളിർത്ത, ബാഷ്പവിസരേ കണ്ണീരിൻ്റെ പ്രവാഹമുണ്ടാകും. ആനന്ദമൂർച്ഛോദ്ഭവേ, ആനന്ദമൂർച്ചയിൽ നിങ്ങളിങ്ങനെ ആറാടും. അപ്പം അവസാനത്തെ വരി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭഗവാന്റെ രൂപം മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ബാഹ്യകാര്യങ്ങളിൽ നിന്ന് പിൻവലിയും. ആമ അതിൻ്റെ അവയവങ്ങൾ തോട്ടിൻ്റെ ഉള്ളിലേക്ക് പിൻവലിക്കുന്നത് പോലെ ചെലന്തി വലകെട്ടി നിൽക്കും. ആവശ്യം വന്നാൽ ആ വല അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അവൻ പിൻവലിക്കും. അതുപോലെ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ, കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ, അത് പിന്നെ വേണ്ട. കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളിൽ താല്പര്യമില്ലാതാവുക, ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളിലും താല്പര്യമില്ലാതാവുക. അതിനെയാണ് അംഗങ്ങൾ ഉള്ളിലേക്ക് വലിക്കുക എന്ന് നിങ്ങൾ പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളിലും മനുഷ്യരിലും ജീവികളിലും ഒന്നും താല്പര്യമില്ലാതിരിക്കുക. കാതുകൊണ്ട് കേൾക്കുന്ന ഒരു ശബ്ദങ്ങളിലും താല്പര്യമില്ലാതിരിക്കുക.
ഒരേ ഒരു രൂപം കാണാൻ മാത്രം താല്പര്യം ഭഗവാന്റെ, ഒരേ ഒരു ശബ്ദം മാത്രം കേൾക്കാൻ താല്പര്യം ഭഗവാന്റെ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അംഗങ്ങൾ ഉള്ളിലേക്ക് പിൻവലിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അംഗങ്ങൾ ഉള്ളിലേക്ക് പിൻവലിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കുടനെ ആനന്ദമുണ്ടാകും. ആനന്ദമുണ്ടായാലോ രോമാഞ്ചവും കണ്ണീരും ഉണ്ടാകും. അത് ആനന്ദ കണ്ണീരാണ്. അപ്പം ആനന്ദം രണ്ട് തരത്തിലുണ്ട്. സാധാരണ ആനന്ദവും ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയും. ആനന്ദത്തിൻ്റെ മൂർച്ച അതിനെ വാക്കുകളിലൂടെ ആവിഷ്കരിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് സാധാരണഗതിയിൽ ആനന്ദം ഉണ്ടാകും. ഇപ്പം നമ്മുടെ ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമോ ഒക്കെ കണ്ടിട്ടില്ലേ, ക്രിക്കറ്റ് ടീം ആ കളി ജയിച്ചു കഴിയുമ്പം ചിലർ കരയുന്ന കണ്ടിട്ടുണ്ടോ? തോറ്റവനും കരയുന്ന കണ്ടിട്ടില്ലേ? തോറ്റവനും കരയും, ഇപ്പുറത്ത് ജയിച്ചവനും കരയും. രണ്ടും രണ്ട് കണ്ണീരാണ്. ആനന്ദത്തിൻ്റെ മൂർച്ച നമുക്ക് വിവരിക്കാൻ ഭയങ്കര പാടാണ്, അത് വലിയ പ്രയാസമാണ്. എന്നിട്ടും നമ്മുടെ ഭട്ടതിരിപ്പാട് അതിന് ശ്രമിക്കുകയാണ്. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാന്റെ രൂപമാകുന്ന രസായനം ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകും. നമ്മുടെ ശരീരം മുഴുവനുമുള്ള രോമങ്ങൾ എന്തു ചെയ്യും? എഴുന്നു നിൽക്കും. ഓർമ്മിക്കുക, നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ മയക്കത്തിലാണ്, അവ ഉണരാറില്ല. ബഹുസഹസ്രം രോമങ്ങളെ കൊണ്ടാണ് ഈ ശരീരം നടക്കുന്നത്. ബഹുസഹസ്രം രോമങ്ങൾ. നിങ്ങളുടെ ശിരസിൽ എത്ര രോമങ്ങൾ, കയ്യിൽ എത്ര രോമങ്ങൾ, കാലിൽ എത്ര രോമങ്ങൾ, പുരുഷനാണെങ്കിൽ നെഞ്ചിൽ എത്ര രോമങ്ങൾ ഇല്ലേ? അപ്പം നമ്മുടെ ശരീരത്ത് ബഹുസഹസ്രം രോമങ്ങളുണ്ട്. ഈ രോമങ്ങളൊക്കെ തളർന്നു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് അവ തളർന്നു കിടക്കുന്നത്? അവ ഉണരാറില്ല. വല്ലപ്പോഴും കാണേ ഒന്ന് ഉണരൂ. ഈ രോമങ്ങൾ തളർന്നു കിടക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ബാഹ്യരൂപങ്ങളിൽ ഭ്രമിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളോട് ആസക്തി, കാതുകൊണ്ട് കേൾക്കുന്ന വസ്തുക്കളോട് ആസക്തി. ഇതൊന്നും നിത്യമല്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഇത് ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളിൽ താല്പര്യമില്ല, കാതുകൊണ്ട് കേൾക്കുന്ന വസ്തുക്കളിൽ താല്പര്യമില്ല. താല്പര്യം ഭഗവാനിൽ മാത്രമാകുന്നു. അങ്ങനെ ആകുമ്പം പരമാനന്ദ ലഹരി അങ്ങോട്ട് അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഒന്നോ രണ്ടോ രോമങ്ങളല്ല, ബഹുസഹസ്രം രോമങ്ങൾ ഉണരാൻ തുടങ്ങും. നമ്മൾ സാധാരണ രോമാഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ കൈ മാത്രമാ കാണിക്കുന്നതല്ല. നിങ്ങളുടെ ശിരസിലെ മുടികളും നെഞ്ചിലെ മുടികളും നിങ്ങളുടെ ശരീരത്തിലുള്ള സകല രോമങ്ങളും ഇങ്ങനെ എഴുന്നു നിൽക്കും. അതിനെയാണ് ആനന്ദ മൂർച്ച എന്ന് പറയുന്നത്. സാധാരണ ആനന്ദം വരുമ്പം ചിലപ്പോൾ എന്താ ഒന്നോ രണ്ടോ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, ഇങ്ങനെ കാണിക്കും. ആനന്ദ മൂർച്ച വരണം. ആ ആനന്ദ മൂർച്ച എപ്പോഴും ഭഗവാന്റെ രൂപം ഉള്ളിൽ ഉറയ്ക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ. ആ ആനന്ദ മൂർച്ചയിൽ പറയുകയാണ്, രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും മാത്രമല്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകും. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് തരത്തിലുണ്ട്. ഒരു കളിയിൽ തോക്കുന്നവനും കരയും, ജയിക്കുന്നവനും കരയും. അപ്പൊ സന്തോഷം വന്നാലും നമ്മൾ കരയും, സങ്കടം വന്നാലും നമ്മൾ കരയും. സാക്ഷാൽ ഭഗവാന്റെ രൂപം ഉള്ളിൽ ഉറച്ച് ഇരുട്ട വിളക്ക കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ പ്രഭാവലയം ഇങ്ങനെ വരുന്നു. ആ പ്രഭാവലയത്തിൽ മുങ്ങി നിങ്ങളുടെ ഹൃദയത്തിലെ അഴുക്കുകൾ അങ്ങോട്ട് നശിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയില്ല. നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റങ്ങനെ നിൽക്കും. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി പ്രവഹിക്കും. അങ്ങനെ പ്രവഹിക്കുന്ന കണ്ണീരിൽ നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ അത് കുളിർപ്പിക്കും. അതെങ്ങനെ സംഭവിക്കും? കാരണം കണ്ണീരിന് ചൂടില്ലേ? വളരെ ശ്രദ്ധിക്കുക. കണ്ണീര് രണ്ട് വിധത്തിലുണ്ടെന്നറിയുക നിങ്ങൾ. കണ്ണീര് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണീര്, രണ്ട് ആനന്ദം വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീര്. സങ്കടം വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീരിന് ഇളം ചൂടാണ്. ആനന്ദം വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീരിന് തണുപ്പാണ്. അതിനെ അറിയുക നിങ്ങൾ.
രണ്ട് തരത്തിലാ കണ്ണീര്. സങ്കടം വന്ന് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കരയുമ്പോൾ ആ കണ്ണീര് തുടച്ച് ഇളം ചൂടാണ്. ആനന്ദം കൊണ്ട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് കേൾക്കുമ്പോൾ കണ്ണീന്ന് കണ്ണീര് വരും, ആ കണ്ണീരിന് തണുപ്പാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രാധാഭക്തരെ, പ്രിയപ്പെട്ട ഈ നാരായണീയം കാണാനിരിക്കുന്ന അമ്മമാരെ, നമുക്ക് വയസ്സ് ഇത്രയും ആയില്ലേ? ഇപ്പം നിങ്ങൾക്ക് വയസ്സ് 50 ആയെങ്കിൽ എൻ്റെ അമ്മേ 50 വർഷമായിട്ട് ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളിലുള്ള ആസക്തിയിലും ഒഴുകി മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ധനത്തെക്കുറിച്ച് ചിന്തിച്ചു, വീടിനെ കുറിച്ച് ചിന്തിച്ചു. 50 വർഷം നിങ്ങളൊക്കെ പാഴാക്കിയില്ലേ അമ്മേ? ഇനിയെങ്കിലും അമ്മേ, ഈ 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജീവിതം ബോണസാണമ്മേ, ബോണസാണ്. ഈ ബോണസ് കാലത്തെങ്കിലും മറ്റ് രൂപങ്ങളിലുള്ള ആസക്തി അങ്ങ് മാറ്റമ്മമാരെ, അതൊക്കെ മാറ്റിയിട്ട് ഇനിയെങ്കിലും എനിക്കെൻ്റെ ഭഗവാൻ വേണം, ഇനിയെങ്കിലും എനിക്കെൻ്റെ ഭഗവാൻ വേണമെന്ന് കരുതി ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്ക്. കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ ആസക്തിയോടുകൂടി നിങ്ങൾക്ക് 50 വയസ്സുണ്ടെങ്കിൽ 50 വർഷമായി നിങ്ങൾ ജീവിച്ചിട്ട് എന്തെങ്കിലും ആനന്ദം കിട്ടിയോ? ഒന്ന് ആലോചിച്ച് നോക്കേ അമ്മേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആനന്ദം കിട്ടിയോ? വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷ അനുഭവങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക, സങ്കട അനുഭവങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. സങ്കട അനുഭവങ്ങളാണ് കൂടുതൽ. എന്തുകൊണ്ട്? അത് ഭഗവാന്റെ കുഴപ്പമല്ല. നിങ്ങൾ ബാഹ്യരൂപങ്ങളിൽ ഭ്രമിക്കുന്നു. മക്കളോട് ഭ്രമം, ഭർത്താവിനോട് ഭ്രമം, ധനത്തോട് ഭ്രമം, സൗന്ദര്യത്തോട് ഭ്രമം, വീടിനോട് ഭ്രമം, കൂട്ടുകാരോട്, നാട്ടുകാരോട് വരെ നിങ്ങൾക്ക് ഭ്രമം. അതുകൊണ്ടാണ് 50 വർഷമായി നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ലേ? ഇനി കിട്ടുന്ന ജീവിതം ഭഗവാൻ തരുന്ന ബോണസാണ്. ശാസ്ത്രം വരെ പറയുന്നുണ്ട് 50 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ജീവിതം ബോണസാണെന്ന്. ബോണസ് പീരീഡിൽ അമ്മേ നമ്മളൊക്കെ ഓടിപ്പോവുകയാണമ്മേ. ആ ബോണസ് പീരീഡ്, ആ പീരീഡിൽ നിങ്ങൾ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതുക, കാണുന്നതും ഭഗവാൻ, കേൾക്കുന്നതും ഭഗവാൻ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഭിക്ഷയ്ക്ക് വന്നാൽ ഭഗവാൻ വന്നു, നിങ്ങളെ വഴക്ക് പറയാൻ വന്നാൽ ഭഗവാൻ വന്നു, നിങ്ങളുടെ മകൻ വരുമ്പോഴും അവനും ഭഗവാനാണ്, മകൾ വരുമ്പോൾ അതും ഭഗവാൻ, ഭർത്താവും ഭഗവാൻ, ഭാര്യയും ഭഗവാൻ, സർവ്വതും ഭഗവാൻ. ഭഗവാനെ നിങ്ങൾ കാണുന്ന ഓരോ മനുഷ്യരിലും ഭഗവാനെ കാണമ്മേ. പൂച്ചയെ കാണുമ്പോൾ ഇതാ ഭഗവാൻ പൂച്ചയുടെ രൂപത്തിൽ ഓടി നടക്കുന്നല്ലോ. പാമ്പിനെ കാണുമ്പോൾ കണ്ടില്ലേ, ഭഗവാൻ പാമ്പിൻ്റെ രൂപത്തിലും നടക്കുന്നല്ലോ. ഭഗവാൻ ഇല്ലാത്തത് എവിടാണ്? വൃക്ഷങ്ങൾ കാണുമ്പോൾ ഭഗവാൻ വൃക്ഷത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്നുവല്ലോ. അപ്പോഴാണ് നിങ്ങളുടെ മോളുടെ കൊച്ചു വരുന്നത്. ആഹാ, ഭഗവാൻ താണ്ടെ മോളുടെ കുഞ്ഞിൻ്റെ രൂപമായിട്ട് എൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നല്ലോ, വാരിയെടുക്കൂ. ആ സെൻസിൽ അതിനെ നിങ്ങൾ ഓമനിക്കൂ. ഭഗവാൻ താണ്ടെ എൻ്റെ മോളുടെ കുഞ്ഞായിട്ടാണ് ഓടി വരുന്നത്. ബാ ബാ. അപ്പം നിങ്ങൾ കോരിയെടുക്കുന്നത് മോളുടെ കുഞ്ഞിനെയല്ല, ഭഗവാനെയാണ്. അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്കാകട്ടെ നിങ്ങൾക്ക് ഭൂമിയിലുള്ളതിനോടൊക്കെ സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളമോ ഭൂമിയിലുള്ളതിനെ അല്ല. കാണുന്ന ഒരാൾ വിചാരിക്കും മോളുടെ കുഞ്ഞിനോട് എന്തൊരു സ്നേഹം. നമ്മളാകട്ടെ അത് മോളുടെ കുഞ്ഞല്ല, ഭഗവാൻ. അങ്ങനെയാണമ്മേ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ മോചനം നേടുന്നത്. അപ്പൊ ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യൂ, കാണുന്നതെല്ലാം ഭഗവാൻ. മകൻ വരുമ്പോൾ ഭഗവാൻ വരുന്നു, മകൾ വരുമ്പോൾ ഭഗവാൻ വരുന്നു, ഭർത്താവ് വരുമ്പോൾ ഭഗവാൻ വരുന്നു, ഭാര്യ വരുമ്പോൾ ഭഗവാൻ വരുന്നു, പൂജയെ കാണുമ്പോൾ ഭഗവാൻ വരുന്നു, സ്കൂൾ വിട്ട് കുട്ടികൾ പോകുമ്പോൾ ഭഗവാൻ എത്ര രൂപം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മാവ് കാണുമ്പോൾ കണ്ടില്ലേ, ഭഗവാൻ ഒരു മാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് നിന്ന് മഴയും വെയിലും നനഞ്ഞ് ഭഗവാൻ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ഫലങ്ങൾ തരുന്നു. നമ്മളോട് എന്ത് സ്നേഹമാണ് ഭഗവാന്. അപ്പോഴേക്കും എന്ത് സംഭവിക്കും? നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഭഗവാൻ മാത്രമായി നിറയും. അമ്മമാരെ, രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 19 വർഷമായിട്ട് ഭർത്താവിനെ ഭർത്താവായും മക്കളെ മക്കളായും കണ്ട് മാവിനെ മാവായും പൂച്ചയെ പൂച്ചയായും ഇതൊക്കെ പലതായി കണ്ട് ജീവിതം പാഴാക്കി തിരിച്ചു വരൂ, ഇനിയെങ്കിലും തിരിച്ചു വരൂ. ബോണസ് പീരീഡാണ്, ദൈവം കനിഞ്ഞു നൽകിയ ബോണസ് പീരീഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നാളെ ഉണരുമെന്ന് ഉറപ്പില്ല അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരിമാരെ, ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ സർവ്വതിലും ഭഗവാനെ കാണൂ. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുമുള്ള വിളിയിൽ മുഴുകൂ. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാകുന്നു? ഹൃദയത്തിൽ ഭഗവാന്റെ പ്രഭാവലയം വരും, ഭഗവാന്റെ രൂപം വരും. അപ്പം നിങ്ങളുടെ രോമങ്ങൾ എഴുന്നു നിൽക്കും, ആനന്ദ കണ്ണീര് വരും. ഈ പ്രേക്ഷകർക്കൊക്കെ അങ്ങനെ ആനന്ദ കണ്ണീര്
കണ്ണീരൊഴുകട്ടെ. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന വിളി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളിലും മുഴങ്ങട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരിലും, ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ ഭക്തരിലും കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ രാധാദേവി, അമ്മേ രാധാദേവി, ഈ വിളികൾ മുഴങ്ങട്ടെ, രോമങ്ങൾ എഴുന്നു നിൽക്കട്ടെ, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകട്ടെ. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ രാധാറാണി, അമ്മേ രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.